ഇപ്പോൾ നമ്മോടൊപ്പം ബ്രിഗേഡിയർ മോഹനൻ പിള്ള നമ്മോടൊപ്പം ചേരുന്നു. ബ്രിഗേഡിയർ, ഇതിൽ വലിയ പ്രതീക്ഷയാണ്. ഇപ്പോൾ ആ ലഭിക്കുന്ന സിഗ്നലിൽ അത് 3 സ്പോട്ടുകൾ കണ്ടെത്തുന്നു എന്ന് പറയുന്നു. അതിൽ ലോറിയുടെ ക്യാബിൻ ഏതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ബ്രിഗേഡിയർ മോഹൻ പിള്ള, കേൾക്കാമോ? ഓക്കെ. അല്ല, അതായത് ആ സിഗ്നൽ ലഭിക്കുന്നത് പ്രകാരം ആ ലോറി വേർപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ലോറി 3ആയി വേർപെട്ടോ എന്നുള്ള സംശയം പോലും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൽ ക്യാബിൻ ഏത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയുള്ള പ്രധാന ലക്ഷ്യം. കാരണം ക്യാബിനിലായിരിക്കും അർജുൻ ഉണ്ടാവുക എന്നാണല്ലോ നമ്മൾ അനുമാനിക്കുന്നത്. ഇപ്പൊ എല്ലാം ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം വരുന്നത്. എന്തെന്ന് ചോദിച്ചാല് ഈ 20 ഫീറ്റുള്ള, അതായത് ലോറിയുടെ അതേ റിസംബ്ലൻസ് ഉള്ള അത്രയും തന്നെ മെറ്റീരിയൽ കണ്ടു എന്നാണല്ലോ നമുക്ക് കിട്ടിയ വിവരം. അതനുസരിച്ച് അത് ലോറിയാണ് എന്ന് എല്ലാവരും പറയുകയും കൂടെ ചെയ്തപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ഇത് എങ്ങനെ അതിനകത്തോട്ട് ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ പറ്റും എന്നുള്ള ഒരു രീതി ഇപ്പം ഒരു വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. രണ്ടാമത് എന്തെന്ന് ചോദിച്ചാല് കുറെ തടി കഷ്ണങ്ങൾ, അതിന്റെ അസെപ്റ്റൻസി, അതിന്റെ റിലയബിലിറ്റി എത്രയായി എന്നുള്ളത് നമുക്കത് അറിയേണ്ടിയിരിക്കുന്നു. കാര്യം അത് കൺഫേം ആയോ, അതായത് തടി കഷ്ണം ഈ ലോറിയിൽ നിന്ന് കിട്ടി എന്നുള്ളത്. ബ്രിഗേഡിയർ, അതായത് ആ തടിക്കഷ്ണം തന്നെയാണ് എന്നുള്ളതാണ് ലോറി ഉടമയും പറയുന്നത്. മനാഫ് പറയുന്നത് അത് സെയിം ലോഡ് തന്നെയാണ്, ഈ അക്കേഷ്യ ഭാഗങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ നാട്ടുകാർ ശേഖരിച്ച തടിക്കഷ്ണങ്ങളിൽ അതിൽ PAI രേഖപ്പെടുത്തിയിരുന്നു. ഈ PAI എന്നുള്ള രേഖപ്പെടുത്തിയ തടിക്കഷ്ണങ്ങൾ തന്നെയാണ് അർജുൻ കൊണ്ടുവന്ന ലോറിയിലും ഉണ്ടായിരുന്നത്. ഇതും അക്കേഷ്യ തടി തന്നെയാണ്. അതുപോലെ അക്കേഷ്യ തടിയുടെ ചെറുമുട്ടികളാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇതുവരെ നമ്മൾ എത്തിയ ഫൈൻഡിങ്സിനെ തികച്ചും വേരിയേഷൻ വരുന്ന രീതിയിലാണല്ലോ കാര്യങ്ങളുടെ എല്ലാം കിടപ്പ്. കാര്യം എന്തെന്ന് ചോദിച്ചാല് തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാർത്തകൾ നമ്മൾ വീണ്ടും മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. അത് അങ്ങനെ ഒരു കാര്യം നടക്കാതിരിക്കട്ടെ. കാരണം അത് കെട്ടഴിഞ്ഞു, തടികളെല്ലാം പോയി എന്ന് വന്നാല് തീർച്ചയായിട്ടും നമ്മളൊരു സ്വല്പം വരിയാവേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മെഷീനറിയുടെ ഒക്കെ റിലയബിലിറ്റി, ഇത് 20 ഫീറ്റുള്ള ഇത് തന്നെ കണ്ടു, മെഷീനറി കണ്ട് അതിന്റെ റിലയബിലിറ്റി എങ്ങനെ നമുക്കത് അസർട്ടൈൻ ചെയ്യാമെന്നുള്ളത് അതാണെന്നും മനസ്സിലാവാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഒഫീഷ്യൽ കൺഫർമേഷൻ വരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആസ് ഓഫ് നൗ. ഒന്ന്. രണ്ടാമത്, ഇതിനകത്ത് വന്നിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഞാനത് ആദ്യം മുതൽ തന്നെ പറയുന്നത്, വാട്ട് എവർ ദ ഒബ്ജക്റ്റീവ് ഫൈൻഡ്, ലെറ്റ് ഇറ്റ് ബി എ ട്രക്ക് ഓർ എനിത്തിങ്, അതിന് എങ്ങനെയെങ്കിലും അതിനൊരു ഹുക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉൾഭാഗം വരെ പോകാതെ അത് എന്ത് അവൈലബിൾ ആണോ അത് വെച്ചിട്ട് അതിലൊരു ഫിഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു വഴി മാത്രം നോക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റോപ്പോ എന്തെങ്കിലും ഒരു ഹുക്ക് ഇട്ടിട്ട് അത് എന്താണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിപ്പം ആൾ അതിനകത്തുണ്ട്, അങ്ങനെയാണ്, അത് പോയി നോക്കും എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഇത് വരുന്നത് അതൊരിക്കലും പ്രാവർത്തികമല്ല. അപ്പൊ തീർച്ചയായിട്ടും പ്രൈമറി ഒബ്ജക്ട് അത് റിമൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. അർജുൻ എന്ത് തന്നെയാണെങ്കിലും ക്യാബിനകത്ത് കാണണം. ക്യാബിൻ ഇവിടെ അങ്ങനെ ആ ഒരു തിയറി ഇപ്പൊ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതായത് ട്രക്ക് എഞ്ചിനിൽ നിന്നും അതുപോലെ ബേസിൽ നിന്നും മാറി ക്യാബിൻ വേറെ, തടി വേറെ, അല്ലെങ്കിൽ എഞ്ചിൻ വേറെ എന്നായി ഒരു സിറ്റുവേഷൻ. എനിക്ക് എങ്ങനെ അത് ആ തിയറി ഉരുത്തിരിഞ്ഞ് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ തടികളും അതായത് കൺഫേം ചെയ്യുന്നത് കൊണ്ട് ഒരു ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും ഒന്നുകൂടി ഇതെല്ലാം റീവൈൻഡ് ചെയ്ത് ആലോചിക്കേണ്ടി വരും. എങ്ങനെയാണ്, എന്തായിരിക്കാം, അത് എപ്പോൾ നടന്നിരിക്കാം, ഇത് എത്ര ദൂരെ നിന്ന് തടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു പ്രഷറായിരുന്നായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എഞ്ചിനും ക്യാബിനും ആയിട്ട് തന്നെ വേർതിരിയുന്ന രീതിയിൽ അത്രയും അതിൽ കൂടുതൽ പ്രഷർ ഉണ്ടായിട്ടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് ആണ്. അല്ല, ബ്രിഗേഡിയർ മോഹൻ പിള്ള, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ അത്രമാത്രം ഈ തടി വേർപെട്ടതിൽ ആശങ്കപ്പെടേണ്ടതുണ്ട്. കാര്യം എന്താണെന്നാൽ ഈ ലോറി കീഴ്മേൽ മറിഞ്ഞ നിലയിലാണ് എന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പോൾ സ്വാഭാവികമായും തടി വേർപെടാൻ സാധ്യത കൂടുതലല്ലേ? തടി അതന്നെ ഇതിപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു 100%, അതായത് തടി വേർപെടുക തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ഇത് 3-4 തകിടം മറിഞ്ഞതിന് ശേഷമാണ് ഈ പുഴയിലേക്ക് അത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ആ രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. തടിയുടെ ഇഷ്യൂ അല്ല അതിനകത്ത് മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്
തടിക്കഷ്ണങ്ങൾ 4 കണ്ടു 5 കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനകത്തുള്ള തടികൾ കംപ്ലീറ്റ് ഒഴുകിപ്പോയി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ കുറെ പീസുകൾ മാത്രമല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു തിയറി വരുന്നില്ലേ? പക്ഷേ ആ ബോഡി, ലോറിയുടെ ബോഡി മെറ്റൽ പാർട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്തുകൂടെ മുഴുവനായിട്ടും ആ ഫുൾ ലെങ്ത്തിൽ? ഹലോ, അല്ല, ലോറിയുടെ ബോഡി അത് ഫുൾ ലെങ്ത്തിൽ നോക്കുമ്പോൾ അത് മെറ്റൽ പാർട്ടായി തന്നെ അടയാളപ്പെടുത്തില്ലേ? അത് തീർച്ചയായിട്ടും. ബിക്കോസ് ഇപ്പോൾ ജനറൽ ഇന്ദ്രപാലിന്റെ അന്വേഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വഴിക്കാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ മെറ്റൽ ബോഡി 20 ഫീറ്റുള്ള മെറ്റൽ ബോഡിയാണ് ഐഡന്റിഫൈ ചെയ്തു എന്ന് നേവി കൺഫേം ചെയ്തില്ലേ. അപ്പം നമുക്ക് അതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് എഞ്ചിൻ പാർട്ട് ആയിരിക്കാം. ഞാനിപ്പോ എപ്പോഴും വിചാരിക്കുന്നത് കുറച്ച് പോർഷൻ തടികൾ ഒഴുകി പോയിരിക്കാം. ആ ജെർക്കില് 2 3 തലകീഴായി മറിഞ്ഞ് 3 ജെർക്കെങ്കിലും എടുത്തിട്ടുണ്ടാവാം. അത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കുറെ തടികൾ ഒഴുകി പോവുകയും ബാക്കി നിൽക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നമുക്ക് കരുതി കൂടാകുകയില്ലല്ലോ. അങ്ങനെ ഒരു ഹലോ, ഈ മറ്റൊന്ന്, ഈ IBOD ഉപയോഗിച്ചുള്ള ഈ തെരച്ചിലാണ്. ഈ IBODയുടെ തെരച്ചിലിന്റെ സവിശേഷതകൾ വിശദീകരിക്കാൻ കഴിയുമോ ബ്രിഗേഡിയർ താങ്കൾക്ക്? IBOD എന്ന് പറയുന്നത് പുതിയതായി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീനറിയാണ്. അതായത് ഞങ്ങളുടെ ഒക്കെ സമയത്തുണ്ടായിരുന്ന UAV എന്ന് പറയും, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, UAV വെച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റം മാത്രമായിരുന്നു അന്ന് ഡിഫൻസിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ ഏരിയൽ സർവേ നടത്തുന്നതിനും അതുപോലെ തന്നെ ബോർഡറിൽ എന്തെങ്കിലുമൊക്കെ മൂവ്മെന്റ്സ് ഡിറ്റക്ട് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ UAV ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തിയറി അത് തന്നെയാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സെൻസറിന്റെ വിത്ത് ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ് ആകുമ്പോൾ അത് ഡീപ്പായിട്ട് അതിന്റെ മെസ്സേജ് ഇതിന് കിട്ടും എന്നുള്ളതാണ്. പക്ഷെ ഹ്യൂമൻ ബീയിങ്സിന്റെ മെസ്സേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ക്ലിയർ ഒബ്ജക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ക്ലിയർ ഒബ്ജക്റ്റ് അല്ല എങ്കിൽ അത്രയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോടുകൂടി ഹ്യൂമൻ ബീയിങ്സിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യത്തക്ക രീതിയിലുള്ള മെഷീനറിയാണ് ഇത് എന്ന് എനിക്ക് 100% ഉറപ്പില്ല. മൂവിങ് ഒബ്ജക്റ്റ് ആണെങ്കിലും ക്ലിയർ ആണെങ്കിലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. ഇതിപ്പം മഡാണ് അതിനുള്ളിൽ, അങ്ങനെ അത് ആ ഒരു കോമൺ ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പക്ഷേ ഈ മണ്ണിനടിയിലുള്ള വളരെ ആഴത്തിലുള്ള മൈനുകൾ പോലും ഡിറ്റക്ട് ചെയ്യാൻ ഈ സംവിധാനം ഉപയോഗിക്കാറുള്ളതല്ലേ? അപ്പോൾ ഈ എന്താണെങ്കിലും ആ ലോറിയുടെ ക്യാബിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാകില്ലേ? അതായത് ഈ മണ്ണിനടിയിൽ വളരെ ആഴത്തിലുള്ള മൈനുകൾ പോലും ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനം കൂടിയല്ലേ അത്? അപ്പോൾ ഈ അപ്പൊ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുക പ്രയാസകരമായിരിക്കില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. അതാണ് മെറ്റൽ പീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എടുക്കുന്നതിനോട് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു കാരണവശാലും സാധ്യതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഐഡന്റിഫൈ ചെയ്യും. അതാണ് ഞാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞത്. ഇവർ കണ്ട ഒബ്ജക്ട് ലെറ്റ് ഇറ്റ് ബി ലോറിയുടെ അല്ലെങ്കിൽ പോലും അത് ഫിഷ് ഔട്ട് ചെയ്യേ എങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ പ്രൈമറി ടാസ്ക്. അത് ചെയ്യാത്തിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം അത് ഐഡന്റിഫൈ ചെയ്തെങ്കിലല്ലേ അടുത്ത ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം ഇത് ഐഡന്റിഫൈ ചെയ്തത് കരയിലാണ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അതുപോലെ തന്നെ അടുത്ത ഇതാണ് പറഞ്ഞത്. ഇന്നലെ മുതൽ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, ഐഡന്റിഫൈ ചെയ്തു, ഈ സംഭവമാണെന്ന് പറഞ്ഞു. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പറയുന്നു ഇത് 3 പീസായി പോയി, കഴികൾ വേറെ കിടക്കുന്നു എന്ന് പറഞ്ഞു കിട്ടുന്നു. ഇതൊക്കെ എനിക്ക് അത് ക്ലാരിറ്റി പോരാ എന്നുള്ള രീതിയിലാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. കിട്ടുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി ആണോ നടത്തുന്നത്, ഒരു സെർച്ച് ആണോ നടത്തുന്നത്? സെർച്ച് ഈസ് ലിമിറ്റഡ്. അങ്ങനെ ഒരു രീതിയിലുള്ള ആണ് എനിക്ക് തോന്നുന്നത്. കാര്യം ലിമിറ്റഡ് സെർച്ചിലാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുന്നത്. നമ്മൾ ഒരിടത്ത് മാത്രം നോക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു സാധനം കാണാതെ പോയി, നമ്മൾ ഒരു റൂമിൽ മാത്രം നോക്കുന്നു. ആ റൂമിലാണ് ഒരാൾ ഉറപ്പിച്ച് പറയുന്നത് ഈ റൂമിൽ തന്നെ ഞാൻ വെച്ചത്. അത് കഴിഞ്ഞിട്ട് അത് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഇത് ലിമിറ്റഡ് സെർച്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ലിമിറ്റഡ് സെർച്ചിലാണ് നമുക്ക് ഇപ്പോൾ പ്രോബ്ലംസ് എല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണല്ലോ പഴമക്കാര് പറയുന്നത് കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്ന്. അതെ, ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു പാളിച്ച ഉണ്ടായി അല്ലേ? ലിമിറ്റഡ് സെർച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ലിമിറ്റഡ് സെർച്ചിലാണ് നിൽക്കുന്നത്. ഒരു ഒബ്ജക്ട് ഐഡന്റിഫൈ ചെയ്തു 2 ദിവസം അതിന്റെ പുറകിന് തന്നെ.
അല്ല, ഈ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടി നമ്മൾ കൃത്യത വന്നു. ആ കൂടി വന്ന 3 സ്പോട്ട്, ആ 3 സ്പോട്ടിലേക്ക് നമുക്ക് എത്താൻ എത്ര താമസം വേണമെന്നുള്ളതാണ്. ഇന്ത്യൻ നേവിയാണ് പറഞ്ഞിരിക്കുന്നത് 100% ആണ് എന്ന്. അപ്പോൾ അതിനെ നമുക്ക് അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. അവർക്ക് അതുപോലെ ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടുമില്ല. അപ്പൊ പിന്നെ അത് തീർച്ചയായിട്ടും അത്, പക്ഷെ ഇതുവരെ അത് ട്രക്ക് അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് ട്രക്ക് അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ തടിക്കഷ്ണങ്ങൾ കണ്ടതുകൊണ്ടാണ് വീണ്ടും ഇതിനകത്തോട്ട് നമ്മളെല്ലാവരും സംശയത്തിന്റെ ദൃഷ്ടിയിലൂടെ വീണ്ടും കാണുന്നത്. ഈ തടിക്കഷ്ണങ്ങൾ അവിടെ കണ്ടു എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായിട്ടും അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്ങനെ ട്രക്ക് ഫുള്ള് ഇങ്ങനെ ഉണ്ടെന്ന്. തടിക്കഷ്ണം ഞാൻ അനുമാനിക്കുന്നത് കുറെ തടിക്കഷ്ണങ്ങൾ ഒഴുകിപ്പോയിരിക്കാം. കുറെ വീണ്ടും പോയി കുറെ ഡെപ്തിൽ വല്ലതും കാണാനും പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കാണും അതിനകത്ത്. അതിന് താൻ തന്നെ ഇരിക്കുകയായിരിക്കാം, ഒരുപക്ഷെ ചെളിയിൽ പൂണ്ട്. അങ്ങനെ നമ്മൾ അനുമാനിച്ചുകൂടെ? അതെ അതെ അതെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഈ ലിമിറ്റഡ് കാറ്റ് എനിവേ ഇന്നത്തെ ആ ഒരു ഐഡന്റിഫിക്കേഷൻ കഴിയട്ടെ IBODയുടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫർദർ പോകുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ, നമുക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം, ആദ്യം തന്നെ വൈകാരികമായിട്ട് പ്രതികരിച്ച് അത് അവിടെയല്ല ഇവിടെയാണ്. നമ്മൾ വീണ്ടും വി ഹാവ് ടു തിങ്ക് ബ്രോഡ്, വളരെ വിശാലമായിട്ട് ചിന്തിക്കുക. ഇതിങ്ങനെ ആകാം, അങ്ങനെ ആകാം, ഇവിടെ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം വരുള്ളൂ. ഇനി വേഴ്സ് കം വേഴ്സ് സിറ്റുവേഷൻ ഫേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ആ രീതിയിൽ പോയെങ്കിൽ കാര്യങ്ങൾ നമ്മൾ മിഷൻ സക്സസ് ആവുകയുള്ളൂ. അതായത് ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെ ട്രക്ക് എടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് നമുക്ക് നിലവിലുള്ള ഇപ്പോൾ മുമ്പിലുള്ളത്. അപ്പോൾ ട്രക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്റെ ഒരു വിശ്വാസം ക്യാബിനകത്ത് തന്നെ അർജുൻ കുടുങ്ങി കിടപ്പുണ്ട് എന്നുള്ള ഒരു രീതിയായിരിക്കും തീർച്ചയായിട്ടും. അത് ഏത് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് അർജുൻ പ്രോബബ്ലി ക്യാബിനുള്ളിൽ ഉണ്ടാവണം. അപ്പൊ ക്യാബിൻ ഏത് കണ്ടീഷനാണ്, എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. അത് ആ ഒരു രീതിയിലോട്ട് എനിവേ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പകുതിയോളം കാര്യങ്ങൾ ക്ലിയർ ആകും. അത് ട്രക്ക് തന്നെയായിരുന്നു, ആ ട്രക്കിന്റെ ക്യാബിനാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് വൈകുന്നേരത്തോടെ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു രീതിയിൽ ഈ ടാർഗറ്റ് എന്താണെന്ന് ഞാനത് ആദ്യം തന്നെ പറയും. ഈ ടാർഗറ്റ് ലിഫ്റ്റ് ചെയ്യുക, ഈ ടാർഗറ്റ് ലിഫ്റ്റ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ടാർഗറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇതൊരു ക്യാബിന് ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫർദർ കൂടുതൽ ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതെ. ഈ ഇപ്പോൾ IBOD സംവിധാനമൊക്കെ ഇന്ന് ഇപ്പോൾ 10ാം ദിവസം ഉപയോഗിക്കുന്നു. ഈ സോണാർ പരിശോധന അത് ഈ